എന്ന് മുതലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള നവരാത്രി ഘോഷയാത്ര തുടങ്ങിയതെന്നറിയാമോ? പണ്ട് തമിഴ് കവി കമ്പർ വെച്ചു പൂജിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന തേവാരക്കെട്ടിലെ സരസ്വതി വിഗ്രഹത്തെ ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പത്മനാഭപുരം വലിയ കൊട്ടാരം പുതുക്കിപ്പണിഞ്ഞ ശേഷം നവരാത്രി കാലത്ത് കൊട്ടാരത്തിലെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പൂജ വെക്കുമായിരുന്നു. ശേഷം സംഗീതത്തെയും കലയെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് തലസ്ഥാനം അനന്തപുരിയിലേക്ക് മാറിയപ്പോൾ എല്ലാ കൊല്ലവും പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്കും 9 ദിവസത്തെ സംഗീതോത്സവത്തിനും അദ്ദേഹം തുടക്കമിട്ടു. തേവാരക്കെട്ടിലുള്ള സരസ്വതി ദേവിക്കൊപ്പം ശുചീന്ദ്രത്ത് നിന്നും പല്ലക്കിൽ 300 നങ്ക എന്ന ആദിപരാശക്തിയെയും വേളിമലയിലെ കുമാരക്കോവിലിൽ നിന്ന് വെള്ളക്കുതിരപ്പുറത്ത് കുമാരസ്വാമിയായ സുബ്രഹ്മണ്യനെയും ഒപ്പം പത്മനാഭസ്വാമിക്ക് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനമായി സമർപ്പിച്ച ഉടവാളും എഴുന്നള്ളിക്കുന്നത് പതിവാണ്. ഇപ്പോൾ ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളുടെ ഐക്യത്തിന്റെ കൂടി കഥയാണ്. അപ്പോ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ.